പീസ് ആൻഡ് ജോയ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ ബസ് മിസ്സായി പോയി. ജസ്റ്റ് പോയി ബാക്കിലുണ്ട്. കറക്റ്റ് സമയത്ത് ഡാഡ വന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലച്ചു ബസ് പോയി ഇന്ന് രാവിലെ ആൾക്ക് ഇന്ന് ഒരു ടയേർഡ്നെസ് കൂടി. കാരണം ഇന്നലെ 10:30 മണിക്കാണ് ഉറങ്ങിയത്. കേട്ടാലേ 10:30 മണിക്കാണ് ഉറങ്ങിയത്. ഉറങ്ങണ്ടാന്ന്. അതുകൊണ്ട് ഇന്ന് രാവിലെ എണീക്കാൻ പറ്റിയില്ല. ഒരു കണക്കിന് കൊച്ചെല്ലാം സെറ്റ് ചെയ്ത്. പക്ഷെ ബസ് കറക്റ്റ് ബസ് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ബസ് പോയി. ആൽവിനുള്ളത് വന്നത് കൊണ്ട് ഇപ്പൊ ഞങ്ങള് ബസ് സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഹായ് പറയച്ചുമ. വിഷമത്തോടുള്ള ഹായ് ആണ്. അയാൾക്ക് തന്നെ വിഷമമായി ബസ് മിസ്സായേക്കണത് കേട്ടോ. ലെറ്റ്സ് ഗോ ദെൻ. ആൽവിന് ഞാനും കൂടി ജസ്റ്റ് പാലും മുട്ടയൊക്കെ വാങ്ങിക്കാൻ പോയി. ആ വഴി എന്തായാലും ഇറങ്ങിയതല്ലേ എന്ന് ചോദിച്ചാൽ ഞാനും കൂടെ പോയതാ. ആൽവിന് ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് കാണാൻ പറ്റുള്ളൂ. ഫുൾ ടൈം ബിസിയാണ് പാവം. ഓട്ടമാണ്, അലച്ചിലാണ്, പണിയോട് പണി, തിരുമ്പ പണി വന്നുകൊണ്ടിരിക്കുകയാണ് ആൽവിന്. ഓക്കെ, December 9th ഇന്ന് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് മദർ മേരി. അതാണ് നമ്മൾ കമമറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനും അതൊക്കെ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റയിലും ഫേസ്ബുക്ക്, യൂട്യൂബ് അതിലെല്ലാം ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇവിടെ ഒരു 11 മണിയായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ഇവിടെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ബ്ലാങ്കറ്റും ഉണ്ട്. അവിടെ കുറച്ച് നേരം കിടക്കും. കാരണം ഇവിടെ കിടക്കുമ്പോൾ നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡ് കിടക്കണമല്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കിടക്കുമ്പോൾ ഈ സൈഡ് എനിക്ക് നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതലും ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഈ റൂമിലാണ്. കിച്ചണിൻ്റെ ഇവിടെ തന്നെ അടുത്താണല്ലോ. മുകളിലോട്ട് അങ്ങനെ പോകാറേയില്ല. മുകളിൽ പോകുന്നത് അവസാനം ലാസ്റ്റ് രാത്രി ആകുമ്പോഴൊക്കെയാണ് പോകുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് പോയി വരുമ്പോൾ ഒന്ന് അവൻ്റെ കൂടെ ഒന്ന് കയറും മുകളിലോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അല്ലാതെ കയറാറേയില്ല. മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ റൂമിലാണ്. സോ ഞാൻ ഇങ്ങനെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കണമായിരുന്നേ, ഇപ്പം നമ്മളിപ്പോൾ വർക്കിംഗ് ആണ്. ഇപ്പം ഞാനും വർക്കിംഗ് ആണ്, ആൽവിനും വർക്കിംഗ് ആണ്, കൊച്ചു ക്ലാസ്സിൽ പോകുന്നു. ഈ പരിപാടികളൊന്നും നടക്കില്ല. മേ ബി ഈ വ്ളോഗ് മാസ് തന്നെ ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇങ്ങനത്തെ ക്രാഫ്റ്റും അതേപോലെ ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന ക്രാഫ്റ്റുകളൊന്നും ഉണ്ടാവില്ല. എല്ലാം നമ്മൾ റെഡിമെയ്ഡ് കടയിൽ നിന്ന് വാങ്ങിക്കുമായിരിക്കും. ഓഫ് കോഴ്സ് നമ്മൾ സമയം ഉണ്ടാവില്ല, സാലറി ഉണ്ട്, നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാവും ആ സമയത്ത്. ഇതിപ്പോൾ ആൽവിന് ഒറ്റ ഒരാൾ കിടന്ന് ഓടി ആണ് ഫിനാൻഷ്യൽ തിങ്സ് എല്ലാം ആൽവിനാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു റെസ്ട്രിക്ഷൻസ് അല്ല, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. റെസ്ട്രിക്ഷൻസ് എന്ന് പറയാൻ പറ്റില്ല, ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു സാധനം വാങ്ങിക്കുന്നതിൽ. എന്നാൽ പോലും ഐ തിങ്ക് വി പർച്ചേസ്ഡ് മെനി തിങ്സ് റൈറ്റ്. എന്നാൽ പോലും ഞാൻ വിചാരിക്കും നമ്മൾ വേറൊരു സിറ്റുവേഷനാണ്, ലൈഫ് സ്റ്റൈലായിരുന്നെങ്കിൽ മേ ബി ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഈ അഡ്വെൻട്രീത്ത് ഉൾപ്പെടെ നമ്മൾ പർച്ചേസ് ചെയ്യുള്ളായിരിക്കും. ഇതുപോലെ ഇരുന്ന് ചെയ്യുന്ന പരിപാടികളൊന്നും ഉണ്ടാവില്ല. രണ്ടും രണ്ട് ബ്യൂട്ടിയാണ്. ഞാൻ പറയുന്നതേ, നമ്മളിപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള പാരൻസും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ബിസി ആയിട്ടുള്ളവരെല്ലാവരും റെഡിമെയ്ഡ് ഐറ്റംസ് വാങ്ങിക്കുള്ളൂ. അതിനും അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്, ഇതിനും ഇതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഇരുന്ന് മക്കളുടെ കൂടെയൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ. അപ്പോൾ രണ്ട് ബ്യൂട്ടിയാണ്. ഞാൻ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കണമായിരുന്നു. മേ ബി എൻ്റെ ഒരു സ്വഭാവം വെച്ച് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുറച്ചെങ്കിലും തനിയെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യു എയിലായിരുന്നപ്പോഴും ബോട്ടിൽ ആർട്ടൊക്കെ തനിയെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ വർക്കിംഗ് ആണ്, ഞാനും ആൽവിനും വർക്കിംഗ് ആണ്. ജസ്റ്റ് പോയി ചെറിയ കൊച്ചാണ്, എന്നാൽ പോലും ബോട്ടിൽ ആർട്ടും എല്ലാം ചെയ്യുമായിരുന്നു. അന്ന് കുറേ ബോട്ടിൽസ് പല ഡിസൈൻസിലൊക്കെ പെയിൻറ്റ് ചെയ്യുമായിരുന്നു. അതിൻ്റെ എല്ലാ ഫോട്ടോസ് ഞാനിപ്പോൾ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത്രയും കുറേ ടൈമുണ്ട് വീട്ടിൽ. നമ്മൾ കൂടുതൽ ടൈം ഞാൻ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫുൾ ടൈം ഞാൻ വീട്ടിൽ തന്നെയാണ്. എന്നാൽ പഴയതുപോലെ ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനല്ല ഹെൽത്ത് വൈസ്. ഒരുപാട് നേരം ഇരിക്കാനോ ഒരുപാട് നേരം നിൽക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കിടക്കാറേ ഇല്ല ഇപ്പോൾ. നേരത്തെ ഞാനെന്ന് പറഞ്ഞാൽ ഉറക്കത്തിൻ്റെ ഒരാളായിരുന്നു. കുറച്ച് നേരം കിട്ടിയാൽ എനിക്ക് ഉറങ്ങണം, എനിക്കിഷ്ടമായിരുന്നു ഉറങ്ങാൻ. ഇപ്പം എനിക്ക് ഉറങ്ങണത് ആകെ കൂടി നൈറ്റ് ടൈം ഉറങ്ങും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് 10 പ്രാവശ്യം എണീക്കും. അപ്പോൾ ഇന്ന് നമ്മൾക്ക് മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത്, ഞാൻ വിചാരിച്ചു നമ്മളുടെ 3D ക്രിസ്മസ് ട്രീസ് ഉണ്ട്, അതങ്ങോട്ട് ചെയ്ത് തീർക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 11 o'clock കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലഞ്ച് പ്രിപ്പറേഷൻസ് ആണ്. ആൽവിൻ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ വാങ്ങിക്കുന്ന ചെമ്മീൻ കാണിച്ചു തരാം. ഒരു ഫ്രോസൺ ആണ്, ക്വിക്ക് ഫ്രോസൺ ആയിരിക്കും.
നല്ല ക്ലീനാക്കി വരുമ്പോൾ ആ ഫ്രഷ്നെസ് ഉണ്ട്, നല്ല ടേസ്റ്റാണ്. പക്ഷെ വലിയ ചെമ്മീനാണ്, അതുകൊണ്ട് ഞാനത് കുക്ക് ചെയ്ത് വേവിക്കുമ്പോൾ അതേപടി വേവിക്കും. പക്ഷെ ഞാനത് കുക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യും കേട്ടോ, അല്ലെങ്കിൽ ഇത്രയും ഭയങ്കര വലുതായിട്ട് കിടക്കും, അപ്പോൾ ഒരു സുഖമില്ല കഴിക്കാൻ. അപ്പോൾ ഞാനൊരു ചിലപ്പോൾ 2 ആക്കി കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ചെമ്മീൻ ഞാൻ കാണിച്ചു തരാം. അത് ക്ലീൻ ചെയ്യണം. അതിൽ അറൗണ്ട് 1 kg ഉണ്ട്. പിന്നെ ക്യാബേജ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ചെയ്യാം. ജസ്റ്റ് പോയി ചെമ്മീൻ കഴിക്കും. അത്ര വലിയ ക്രൈസൊന്നും ഇല്ല കൊച്ചിന്, എന്നാലും കഴിക്കും. ഒരു ചാറ് കറിയും ഉണ്ടാക്കാം അങ്ങനെ വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻസ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ആ 3D ക്രിസ്മസ് ട്രീസ് ഉണ്ടാക്കാം. പിന്നെ കുറേ ക്രാഫ്റ്റ് ഐഡിയാസ് ഇപ്പോൾ നമ്മൾ വ്ളോഗ് മാസൊക്കെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു സ്റ്റാർ ഉണ്ടാക്കണം, പേപ്പർ സ്റ്റാർ. അതേപോലെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം, ക്രിസ്മസിൻ്റെ ഈ 3D ചെയ്തത് തന്നെ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമുണ്ട്. അതും ക്രിസ്മസ് ട്രീ 3D ചെയ്യാമെന്ന് വിചാരിച്ച് വിത്ത് പേപ്പേഴ്സ്. അപ്പോൾ അതൊക്കെ നമുക്ക് കമ്മിങ് ഡേയ്സ് ചെയ്യാം. ഞങ്ങൾ ചെയ്ത എന്തെങ്കിലും ആർട്ട് വർക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയണം കേട്ടോ, കമൻറ്റ് ഡൗൺ ചെയ്യണേ. കുറച്ച് പേര് കാണുന്നുള്ളൂ, അറൗണ്ട് 100, മാക്സിമം 100 ആൾക്കാരെ കാണുന്നുള്ളൂ വീഡിയോസ്. എനിക്കൊരു കുഴപ്പമില്ല, കാണുന്നവർ കാണുന്നുണ്ടല്ലോ, ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ആം വെയിറ്റിംഗ് ഫോർ ദ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ഹൂ ഈസ് ഗോയിങ് ടു എൻജോയ് ആ വ്ളോഗ്സ്. നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇഷ്ടപ്പെടാത്തവരും കുഴപ്പമില്ല കേട്ടോ, നോ പ്രോബ്ലം, ഓൾ ആർ വെൽക്കം. നമുക്കിവിടെ ലവ്, പീസ് ആൻഡ് ജോയ്, ദാറ്റ്സ് ഇറ്റ്, നത്തിങ് എൽസ്, നോ ഹേറ്റഡ്നെസ്. എനിവേ, ഇപ്പോൾ ഞാൻ കുക്കിങ്ങിലേക്ക് കടക്കാൻ പോണെയാണ്. ഇതാണ് ഇവിടെ കിട്ടുന്ന പ്രോൺസ്. പല ടൈപ്പ് കിട്ടും കേട്ടോ, വേറെയും കിട്ടും, ഫ്രോസൺ കിട്ടും, ക്ലീൻ ആയിട്ടുള്ളത് കിട്ടും. ഇതിപ്പോൾ ക്ലീൻഡ് അല്ല, ഇത് നോക്കിക്കേ, ഇത് ക്വിക്ക് ഫ്രോസൺ ആയിരിക്കും. കണ്ടോ, ഒരു 10-20 എണ്ണം ഉണ്ടാവും. ഇതിനിപ്പോൾ വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ടിട്ട് ക്ലീനാക്കി, ഒറ്റയടിക്ക് ക്ലീനാക്കി വെക്കും. ഒറ്റയടിക്ക് ക്ലീനാക്കിയിട്ട് വേവിച്ച് വെക്കും. ഞാൻ എപ്പോഴും പറയാറില്ലേ പേരക്കാന്ന്, അത് ഈ പേരക്കകൾ ഇങ്ങനെയാണ് വന്നത് കേട്ടോ. നല്ല പേരക്കയാണ്. അപ്പോൾ ഇതുപോലെ ഒരു 11-11:30 മണിയൊക്കെ ആകുമ്പോൾ ഹാഫ് പേരക്ക കഴിക്കും. അതൊരു റൂട്ടീനാണ്. പേരക്കയാണ് കൂടുതൽ കഴിക്കാറ്. പിന്നെ ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് ഞാൻ ചിലപ്പോൾ ചോറ് കഴിച്ച് കഴിയുമ്പോൾ കഴിക്കും, അല്ലെങ്കിൽ അത് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരെണ്ണം ഇടും. അങ്ങനെ പേരക്ക ഇങ്ങനെ ഒരെണ്ണം കഴിക്കും, പകുതി കഴിക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ വയറ് എന്തോ പോലെയാവും. ഹാഫ് കഴിച്ചാൽ കുഴപ്പമില്ല, ഹാഫ് പിന്നെ കഴിക്കും. ഇപ്പോൾ എല്ലാം ഐസൊക്കെ പോയി ഇരിപ്പുണ്ട് ആൾക്കാർ. ഇനി ഇവരെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കും. ലഞ്ച് ടൈമായി. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു ചപ്പാത്തി എടുത്ത് കുറച്ച് ക്യാബേജ്, അതിനകത്ത് ചെമ്മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ മുളകുകാട് സ്റ്റൈലാണ് ചെമ്മീനൊക്കെ ഇട്ടിട്ട് ക്യാബേജൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആൽവിൻ പറഞ്ഞു ചെമ്മീൻ ഇട്ട് വെക്കാൻ പറഞ്ഞു. ആൽവിൻ അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ സാലഡ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കപ്പലണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കപ്പലണ്ടി നല്ല രസമാണ് അങ്ങനെ വരുമ്പോൾ, പക്ഷെ പെട്ടെന്ന് കഴിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇത് ഞാൻ ചോറ് എടുത്തില്ല, ചോറ് നൈറ്റ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നിപ്പോൾ ചെമ്മീനൊന്ന് റോസ്റ്റ് ചെയ്യാനുണ്ട്. ചെമ്മീൻ റോസ്റ്റ് ചെയ്തിട്ടില്ല, ചെമ്മീൻ ക്ലീൻ ചെയ്ത് വേവിച്ച് ചോറൊക്കെ വെച്ചിട്ടുണ്ട്. ക്യാബേജ് വെച്ചു. ഇത്രയും ടൈമായി, ഓൾമോസ്റ്റ് 1:45. ഇൻ ബിറ്റ്വീൻ പേരക്കൊക്കെ കഴിച്ചു, അതേപോലെ വെള്ളം കുടിച്ച്, മറ്റേ നെല്ലിക്കയും ഓറഞ്ചൊക്കെ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് അത്ര വിശപ്പില്ല. ഇപ്പോൾ ജസ്റ്റ് വിശന്ന് തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഞാൻ കഴിച്ചു. എനിക്കിത് കഴിക്കുമ്പോൾ നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് കേട്ടോ, ചപ്പാത്തിയും ക്യാബേജും. മമ്മി ഷവർമ്മ പോലെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. ആ സമയത്തൊക്കെ മമ്മിനോട് പറയും, മമ്മിയുടെ ഷവർമ്മ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. മമ്മി ചിക്കനും ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ കൂടി സോട്ട് ചെയ്ത് എന്തോ ഒരു ടൈപ്പ് സോട്ട് ചെയ്തിട്ട് ചപ്പാത്തിയിൽ പൊതിഞ്ഞ് ഞങ്ങൾക്ക് തരുമായിരുന്നു. നല്ല ടേസ്റ്റാണ് അതൊക്കെ. എനിക്ക് ആ ഒരു ഫീലിംഗ് ആണ് ഈ ചപ്പാത്തിയും ക്യാബേജും കൂടി കഴിക്കുമ്പോൾ ഉള്ളത് കേട്ടോ. കാരണം കുറച്ച് ആ ചെമ്മീൻ്റെയും കൂടി ഫ്ലേവർ വരുമ്പോൾ നല്ലതായിരിക്കും. നല്ല രസമുണ്ട്. അതിൻ്റെ കൂടെ സാലഡും കൂടി കഴിക്കും, അപ്പോൾ വയറ് നമുക്ക് നിറയും. സാലഡ്സിന് നമ്മൾ കപ്പലണ്ടി ഇടുമ്പോൾ അപ്പോൾ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ കുതിർന്നു പോകും. നമ്മൾ നാട്ടിലൊക്കെ
ഈ കപ്പലണ്ടി പുഴുങ്ങിയിട്ടിടും. അതിനാണ് കുറച്ചും കൂടി ഗുണം എന്ന് തോന്നുന്നത് കേട്ടോ. പുഴുങ്ങിയിടുന്ന കപ്പലണ്ടിക്ക് നല്ല ഗുണമാണ്. കോൺ ഇത് മാറി മാറി ഇടാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഇടുന്നത് ഇപ്പോൾ റോസ്റ്റഡ് കപ്പലണ്ടിയാണ് കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ ഞാൻ എൻ്റെ ആർട്ട് വർക്ക് തുടങ്ങിയത്. ഇത്ര നേരം ഓരോ പണികളിലൊക്കെ ആയിരുന്നു. ആൽവിൻ ചേട്ടാ എന്തൊക്കെ ആൽവിൻ ഈസ് ഹാവിങ് എന്തിട്ടാണോ കഴിക്കുന്നത്? ബ്രഞ്ചാണ്, ലഞ്ചാണ്, ഡിന്നറാണ്. എണീറ്റിട്ട് ഇപ്പോഴാണ് കഴിക്കുന്നത് കേട്ടോ. ഇപ്പം എണീറ്റതേ ഉള്ളൂ. ഇവിടെ എത്ര മണിയായി? 5 മണി കഴിഞ്ഞ്. എന്നാൽ ആൽവിന് ഇഷ്ടമുള്ള ചെമ്മീനും ആൽവിൻ്റെ ഇഷ്ടമാണ് ഇതൊക്കെ. പച്ചക്കറിയിൽ ചെമ്മീൻ ഒക്കെ ഇട്ടിട്ട് കഴിക്കണത് അല്ലേ അലി? ഞാൻ മറന്നു ഈ പപ്പടത്തിൻ്റെ കാര്യം. ഞാൻ സത്യം മറന്നു പോയതാ. രാത്രി ഞാൻ ഉണ്ടാക്കിയല്ല. ആൽവിൻ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് 2 ദിവസമായിട്ട് അല്ലേ ചോറാണ് കഴിക്കണം. ചോറേ അതെ, ബാക്കിയുള്ള ചോറ്. അപ്പൊ ഞാൻ ഇന്ന് കുറെ ചോറുണ്ടാക്കി. അപ്പൊ അവര് രാവിലെ കഴിക്കാമല്ലോ. ഞാൻ പിന്നെ 2 മുട്ട. ജസ്റ്റ് ബോയ് ചിലപ്പോൾ സീരിയൽ, ചിലപ്പോൾ ഇന്ന് ചപ്പാത്തി വെച്ച്. അങ്ങനെയാണ് ഞങ്ങളുടെ 3 പേരുടെ ചിലപ്പോൾ ഡിന്നർ പോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നമ്മളുടെ ഈ സംഭവം ഉണ്ടാക്കാൻ പോണിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ജസ്റ്റ് ബോയ് ആയിട്ട് നമുക്കൊരു പുതിയ ക്രാഫ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് സമയമുണ്ടല്ലോ. ഡിസംബർ 9 ആയിട്ടുള്ളൂ. എല്ലാ ദിവസവും ഒരു വേറെ വേറെ വെറൈറ്റികൾ കാണിച്ചു കൊടുക്കാമല്ലോ. ക്രിസ്മസും തീരൂല, അമ്മ അടിച്ചു പൊളിക്കും. ഹലോ ഗൈസ്, ജസ്റ്റ് ബോയുടെ കൂടെ നമുക്ക് ന്യൂ ആർട്ട്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ സ്റ്റാർ ഇല്ലാതെ എന്ത് ക്രിസ്മസ്? അപ്പോൾ നമ്മളിത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 3D സ്റ്റാർസ് ആണ്. സ്റ്റാർസ് തന്നെ പല ടൈപ്പിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഉണ്ടാക്കുന്നത് കുറച്ച് ഈസിയാണ്. നമുക്കിത് ഇങ്ങനത്തെ ഒരു ഗ്ലൂ സ്റ്റിക്ക് മാത്രം മതി. പക്ഷെ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സ്ക്വയർ പേപ്പർ 5 എണ്ണം. ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ 5 സ്ക്വയർ ഷീറ്റ്സ് ഓഫ് പേപ്പർ വേണം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഡൂയിങ്. ഇങ്ങനത്തെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ നമുക്ക് മടക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു A4 ഷീറ്റ് പേപ്പറിൽ നമുക്ക് 2 സ്ക്വയേഴ്സ് ഇട്ടു കേട്ടോ. യെസ്, ഇങ്ങനെ മടക്കി ഇനി ഓപ്പൺ ആക്കുക. ഈ ഫോൾഡ് ചെയ്തൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. യെസ്, ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് അഗെയിൻ നല്ല ഭംഗിക്ക് ഫോൾഡ് ചെയ്യുക. ഇനി ഇപ്പോഴത്തെ സൈഡും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്യാം. I'll tell you. ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഈ ഭാഗം കണ്ട അത് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. അതേപോലെ ഇപ്പോഴത്തെ ഭാഗം ഇങ്ങനെ. ഇത്രേ ഉള്ളൂ മെയിൻ പരിപാടി. ഫോൾഡിങ് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അതായത് ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷനിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരു പഴയ പേപ്പർ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. എന്നിട്ട് ഈ ഒരു സൈഡ്, ഞാനിപ്പോൾ മാർക്ക് ചെയ്തേക്കുന്ന സൈഡ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അപ്ലൈ ചെയ്യണേ. ഗ്ലൂ സ്റ്റിക്ക് ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് അങ്ങോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. യെസ്, അങ്ങനെ നമ്മുടെ സ്റ്റാറിൻ്റെ ഒരു എന്താ ഇതിനെ പറയണ, വിങ്സ് എന്നാ പോയിന്റ് ഇസ് റെഡി. നമുക്ക് ഇതുപോലത്തെ 5 പോയിന്റ്സ് വേണം. അത് ജസ്റ്റ് ബോയ് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടാ ചച്ചു, ഗുഡ് ബോയ്. I think you make your own star, mummy will make mummy stars. So ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാം ഉണ്ടാക്കിയെടുക്കാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റെഡി. ജസ്റ്റ് ബോയ് ഉണ്ടാക്കിയിട്ടുണ്ട് 5 എണ്ണം. ജസ്റ്റ് ബോയുടെ സ്റ്റാർ, ഇത് എൻ്റെ സ്റ്റാർ.
ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനി ഇതെല്ലാം നമുക്ക് ജോയിൻ ചെയ്യണം. ഇതേപോലെ നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ 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 ഒട്ടിച്ച് 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 5 എണ്ണം ഒട്ടിക്കുമ്പോൾ സ്റ്റാർ ആവും. ഞാൻ കാണിച്ചു തരാം. ലെറ്റ്സ് ഷോ ദം. സോ ദേ നമുക്ക് ഈ ഒരു പോയിന്റിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ, ഒരു സൈഡിൽ. എന്നിട്ട് ഈ ഒരു സൈഡ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി അടുത്തത് എല്ലാം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. It's actually pretty big. Can't find. സോ ഇറ്റ്സ് റെഡി. കുറച്ചും കൂടി ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യണമായിരുന്നു. ഫെവിക്കോൾ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഞാൻ മിക്കവാറും നെക്സ്റ്റ് സ്റ്റാർ തുടങ്ങി ഗ്ലൂ ഗണ്ണായിരിക്കും യൂസ് ചെയ്യണം. ഗ്ലൂ ഗണ്ണാകുമ്പോൾ ശരിക്കും കറക്റ്റായിട്ട് എല്ലാം പോയിൻ്റായിട്ട് ഫിക്സ് ആവും. ഇറ്റ്സ് റെഡി. നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇത്. ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്യേണ്ടി വന്നിട്ടാ, എന്നാലേ ആ ഒരു കറക്റ്റ് അതിൻ്റെ സ്പൈക്സ് ഒക്കെ കറക്റ്റ് ആവുള്ളൂ. പിന്നെ അതേ ഇവിടെ ഒരു ത്രെഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഹാങ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വാളിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇറ്റ്സ് അപ് ടു അസ്. ഇത് ഏറ്റവും കൂടുതൽ ബെറ്റർ കർട്ടൻ ഉള്ള സ്ഥലത്ത് ചെയ്യണമായിരിക്കും. കാരണം ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് ബാക്ക് അത്ര ഭംഗി തോന്നുന്നില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. യെസ്, സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചെയ്ത് നോക്കണം അല്ലേ അച്ചു? നമുക്കൊരു 5 പേപ്പർ വേണം, സ്ക്വയർ ഷീറ്റ്. ദാറ്റ്സ് ഇറ്റ്. ജെസ്പോയ ഉണ്ടാക്കിയ സ്റ്റാർ റോക്കിക്ക് കൊച്ചു കണ്ടത് അന്നേരം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി കറക്റ്റായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യാനുണ്ട്. അത് നെക്സ്റ്റ് ടൈം ശരിയാക്കാം. എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നന്നായിട്ട് ചെയ്തു അല്ലേ ജെസ്പോയ? ഗുഡ് ജോബ്. I know the first steps. Hold it. I know the. So, yes, guys, have a great day ahead, and thanks for watching. See you next time. Bye bye.